കുട്ടി വന്നോളൂ. പശു ഒന്ന് മാറ. പശു എന്താ അനുസരണമില്ലാത്ത? എന്താ എന്താ പശുവിനൊരു ദീനം. എന്താ ഇത് തൊഴുത്തോ? ഇതിനൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിരിക്കണ എന്റെ ഈശ്വര? ഗോപാല പിടിച്ച് പുറത്താക്കി. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ ഞാൻ? ഇവനെന്തിനാ പെണ്ണെ കയറി പിടിക്കണേ? ഇറക്കടാ. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ? എന്താണത്? ഇറങ്ങ ഇറങ്ങ. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ ഇതുപോലെ ഒരു ദിവസം നിന്നെ പിടിച്ച് കെട്ടും. എന്താ ഇത്? ജേഴ്സിയാ? അല്ല, മേഴ്സി എന്നാ പേര്. എങ്ങനെ മനസ്സിലായി? ഒറ്റ നോട്ടത്തിൽ അറിയാം ഏതിനമാണെന്ന്. അതാ ഡോക്ടർ. ഞാൻ പറയാം, നീ ഒന്നും മിണ്ടണ്ട. എന്താ അസുഖം? അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തന്നോട് ചോദിച്ചില്ല. എന്താ അസുഖം? ഒരു വിശപ്പില്ലായ്മ. ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. കാണിച്ചോണ്ടെന്നാ പോരാ, ഞങ്ങളും കാണിക്കാൻ വന്നിരിക്കുക. കാണിക്കണല്ലേ? അതാരാണെന്ന് മുന്നോട്ട് ചോദിച്ചേക്ക്. ഞാൻ വന്നതിന് ശേഷം അയാൾക്ക് വേറെ കുറെ ട്രീറ്റ്മെന്റ് കൊടുത്തോളാം. ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ പിന്നീട് വന്നിട്ട് നോക്കിക്കോളാം. താമാടോ, വരടോ. ഏതോ ഒരു അഹങ്കാരി ഇവിടെ നിന്ന് വിളിച്ചു കൂവുന്നുണ്ടായിരുന്നല്ലോ. ആരാത്? ഇയാളാ? വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ. ബുദ്ധിജീവിയാണ് അല്ലേ? ഇയാളെ വിളിച്ച് മാറ്റിയെടുത്ത് അവസാനം വന്നാ മതി. എന്താ പശുവിന് അസുഖം? ഒന്നും തിന്നണില്ല. തിന്നണില്ല. എത്ര നാളായി? ഒരാഴ്ചയായി. ഒരാഴ്ചയായിട്ട് ഈ പശുവിനും കൊടുത്തോ? ഇല്ല. ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തിന്നണില്ല. ഇതിന്റെ കളറൊക്കെ പെയിന്റ് അടിച്ചതാണോ? അല്ല, ഇതൊക്കെ നേരത്തെ ഉള്ളതാ. നേരത്തെ ഉള്ളതാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ ഇലയെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ 10 മണിക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് കേട്ടോ. അടുത്താൾ വരൂ. എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കണോ? എന്റെ കോഴി മുട്ടയിടുന്നില്ല. കോഴി മുട്ടയിടണില്ല അല്ലേ? ആ, ഈ പൂവൻ കോഴി എങ്ങനെയാ മുട്ടയിടാ? മുട്ടയിടാ. എന്താ കുഞ്ഞിരാമ? ഒന്നും പറയണെന്റെ പ്രസിഡന്റ്, 6 ദിവസമായിട്ട് തല പൊന്നിട്ടില്ലായിരുന്നു. ദേ ഇവിടെ വന്നു, അദ്ദേഹം ഒന്ന് തലോടി. അതാ പറഞ്ഞത്, ഈ മരുന്ന് ആർക്കും കൊടുക്കാം, ഏത് പൊട്ടനും കൊടുക്കാം. പക്ഷെ കൈപ്പുണ്യം എന്ന് പറയണത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈശ്വര, എന്താടോ? അല്ല, നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് പറയായിരുന്നു. നമസ്കാരം. ഒരു മിനിറ്റ്, ഞാൻ ഈ പാവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. അതെ, ഞാൻ 3 ഗുളിക തന്നിട്ടുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചോളൂ. ദേ, ഇത് പുറത്തു വാങ്ങാനുള്ളത് ഇവിടെ ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വന്ന് വിളിച്ചോളൂ, ഞാൻ വന്നോളാം. പൊക്കോളൂ, സന്തോഷമായിട്ട് പൊക്കോളൂ. ശരാ, എന്തുണ്ടേലും ഡോക്ടറോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്. എന്തിനാ ഒളിഞ്ഞും പതുങ്ങി നിൽക്കാതെ വെട്ടത്ത് വന്ന് നോക്കട്ടെ. മൃഗങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടി. ഇവിടെ ഭേദമാകാത്ത അസുഖങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ എവിടുന്നാണാവോ ഡോക്ടറെ കൊണ്ടുവരേണ്ടത്? പ്രസിഡന്റ് തമാശയും പറയുന്നുള്ളത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അകത്തേക്ക് പൊക്കോളൂ, ഞാൻ ഈ പാവങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരാം. Please don't make noise. എന്നാലും ഇവൻ ഈ കോപ്പിലെ പേരിട്ട് ആരാന്ന് ഞാൻ ആലോചിക്കുന്നത്. പേരിട്ടതെന്റെ അച്ഛൻ. വണ്ടിയുടെ മുന്നിൽ കയറുന്ന ഒരുമാതിരി മുണഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഞാനപ്പന്റെ പേരിന് എന്താ ഒരു കുഴപ്പം? ഞാണപ്പനല്ല, നാണപ്പൻ. നാണപ്പൻ നായർ, MP, മെമ്പർ ഓഫ് പഞ്ചായത്ത്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. താൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? ആ ഡോക്ടറില്ലേ, അവന്റെ പേരിന്റെ കാര്യ. ഇയാള് കൊറേ നേരമായി തുടങ്ങിയിട്ട് അയാളുടെ പേരിന് എന്താ ഒരു കുഴപ്പം? പശു അധികം പതി, പശുപതി. പശു അധികം പതി. ശരിയാ, പശുവിന്റെ പതി. കാളാ. അതല്ലടാ, പിടികിട്ടി. ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നത്. അതും അല്ലടോ, പശു അധികം മതിന്ന്. അവന് പശുവിനെ മതിന്ന്. വൃത്തികെട്ടവൻ, വഷളൻ. നീ കേറ്. ബാലൻസ് തെറ്റുന്നു. സൂക്ഷിച്ചിരിക്കും. എന്തെങ്കിലും പറ്റിയോ?
മാറി തടവോ മറ്റോ വേണോ? എന്ത് പറ്റി? മുട്ടിയോ തടവണോ? നാണമല്ലോ നിനക്ക്? വഴിയെ പോണ വെമ്പിള്ളാരെ നെഞ്ചത്തോട് സൈക്കിൾ കയറ്റിട്ട് കിന്നാരം പറയുന്നു. വാ സൈക്കിളിൽ പോം. ആ ഒരു മധ്യസ്ഥൻ കുതികാല് വെട്ടി. എന്തെന്റെ സുഖം കാണിക്കരുത് കേട്ടോ ബാല. തമാശ പറഞ്ഞതാ. കാര്യമായിട്ട് തന്നെയാ. ദേ, ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പറയണ്ട. ഉണ്ടാക്കി നീ എന്ത് ചെയ്യും? നീ എന്ത് അയ്യോ ചെയ്യും? എന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്കിടല്ലേ? അതൊന്നും സാരില്ല. ഞങ്ങൾ ബാല്യം മുതലേ അങ്ങനെ. ആ, ഇവിടെയാണ് ശരി. മുട്ടിയത്. വേദനയുണ്ടോ? എന്തിന്റെ വേദനയാണെന്ന് മനസ്സിലായി കുമാരി മക്കളോ. താങ്ക് യു. വൈകുന്നേരം ഓ കടന്നു. ഏറ്റു. ആ ഞാൻ പോവാൻ പോ. നീക്ക വരുന്നെങ്കി വേടാ. നിനക്ക് ആ, കേറ് കേറ്. ആ, പോക്ക് കണ്ടാ. ഹൈവേ ആക്കാൻ പോവാ. റോഡുകളൊക്കെ വളരെ മോശം. അതുകൊണ്ടാണല്ലോ. അയ്യോ ബ്രേക്ക് പോ. എവിടെ നോക്കിയാടോ മുതുകാളെ വണ്ടി ഓടിക്കുന്നത്? ഹൈവേയിലാണോ വണ്ടി ഓടിച്ചു പഠിക്കുന്നത്? വണ്ടി വരുന്നത് കണ്ടൂടെ? തന്റെ ഒന്ന് മുഖത്ത് കണ്ണില്ലേടോ? തന്റെ മുഖത്ത് കണ്ണല്ലാതെ പിന്നെ കുന്തായിരിക്കണ്. ഓകൃത്തരം പറയുന്നുടോ. താനൊക്കെ കണ്ട അലവലാതി പെണ്ണുങ്ങളുടെ വായു കിടന്ന് വണ്ടിയുടെ നെഞ്ചോട്ട് കേട്ടിട്ട് ഒരുമാതിരി കളിയാക്കുന്നോടാ ചേച്ചേ. പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞങ്ങളുടെ സൈക്കിളിന്റെ കാശ് താടോ. അയാളുടെ മുടിഞ്ഞ ഒരു തൂവാല കേടോ. നമ്മളെ 8 പോസ്റ്റിലെ പയറ് പോലെ നിൽക്കണം. സൈക്കിളിന്റെ കാശ് തരണം. സൗകര്യമില്ല. ഇല്ലെങ്കിൽ മൂട്ട വണ്ടി ഞങ്ങൾ തട്ടി പൊട്ടിക്കും. വണ്ടിയിൽ കൈയ്യടാ തെണ്ടികളെ. നാളെ രാവിലെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ മീശ വടിക്കും. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ എന്റെ മീശ വെക്കും. ദയവ് ചെയ്ത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോണം പ്ലീസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇരുകൂട്ടരും തൂങ്ങും. ഇത് സിവിലാ അല്ലെ ക്രിമിനലാ? പ്രസിഡന്റ് പോണം. പ്രസിഡന്റ് ഒന്ന് പിരിഞ്ഞു പോണം പ്ലീസ്. ഞാൻ പറയുന്നു വണ്ടി ഇടണോ? ചുമന്ന് മാറ്റി ചുമന്ന് മാറ്റി. ഡോക്ടറെ മാറ്റോ വണ്ടി എടുത്ത പ്രസിഡന്റ് രാജിവെക്കുക. ഉൽപ്പലാക്ഷണം പ്രസിഡന്റ് ആക്കുക. ഉൽപ്പലാട്ടൻ. ഉൽപ്പലാട്ടൻ. എന്താ കളിട്ടാ? എന്തു പറ്റി? എന്ത് പറ്റാൻ ഇതിനപ്പുറം? വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ പോക്കണം കൊണ്ട് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. സാർ കോട്ടൂരാൻ വരട്ടെ? കോട്ടൂരാനോ? ഏത് കോട്ടൂരാൻ? അയാൾ വന്നിട്ട് എന്താ കാര്യം? അല്ല സാറിന്റെ കോട്ട് ഊരാൻ വരട്ടെ എന്ന് പറയായിരുന്നു. ശോ, എന്നാ പിന്നെ തെളിച്ചു പറഞ്ഞൂടെ? എന്ത് കഷ്ടം നോക്കണേ. ഇങ്ങനെ അധൈര്യപ്പെട്ടാലോ ഡോക്ടറെ? അധൈര്യത്തിന്റെ പ്രശ്നമല്ല പ്രസിഡന്റ്. മാഡം 5 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് എന്താ വെറ്ററിനറി ബിരുദമെടുത്തത് ഈ പോക്കണങ്കോടുള്ള തോന്നിവാസികളുടെ ആട്ടും തൂപ്പും കേൾക്കാനല്ല. ക്ഷമിക്കൂ ഡോക്ടറെ. മാഡം 5 വർഷം ഞാൻ മലയായിൽ ജോലി ചെയ്തിരുന്നു. ജോഹോർ, പെറാക്, കെഡ, കലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ്. അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നം ഇവിടെ മാത്രം. അതല്ല സാർ. Shut up, stupid. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഈ തെണ്ടി പറഞ്ഞത്. വയ്യ, എനിക്ക് വയ്യ. ഞാൻ ഇന്ത്യ വിടുകയാണ്. പണ്ടെങ്ങാണ്ടോ ഫാഹിയാനോ ഹുയാൻസാങ്ങോ ഇന്ത്യയിൽ വന്നെന്നും പറഞ്ഞ് അവർക്ക് അവിടെ പണി ഉണ്ടാവില്ലേ? പക്ഷെ എനിക്ക് പണിയുണ്ട്. ഫ്രാൻസിൽ എന്താ ഉണ്ടായത്? വോൾട്ടയർ, മോണ്ടോസ്ക്യൂ, റൂസോ അവരെഴുതി. വിപ്ലവം ഉണ്ടായി അത്യാവശ്യത്തിന്. മാർക്സ് പലതും എഴുതി. അതിൽ നല്ലതാണ് എടുക്കേണ്ടത്, ചീത്തയല്ല. ക്യാപിറ്റലിസത്തിന് എന്താ കുഴപ്പം? അതിൽ സോഷ്യലിസം ഇല്ലേ? സോഷ്യലിസത്തിന് എന്താ കുഴപ്പം? അതിൽ ക്യാപിറ്റലിസം ഇല്ലേ? ക്യാപിറ്റലിസത്തിലും സോഷ്യലിസത്തിലും മാർക്സിസം ഇല്ലേ? അതൊന്നും ഈ പപ്പനും തെണ്ടിപ്പട്ടികൾക്ക് മനസ്സിലാവാത്ത എന്താ? സോറി അമ്മൂട്ടി, യു ആർ എഡ്യൂക്കേറ്റഡ്. താങ്ക് യു. ഡോക്ടർ പശുപതി, ഇന്നത്തോടെ അവരുടെ ഗുണ്ടായുസം ഞാൻ അവസാനിപ്പിച്ചോളാം. താങ്ക് യു സർ. താങ്ക് യു മാഡം. ഓട്ടെ അമ്മൂട്ടി, ഓട്ടോ. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.